അനുഗ്രഹിക്കുക. ബ്ലസ് ദ ഫാമിലി. പാർട്ട് 2. പാർട്ട് 1 ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ഭാഗവും നമ്മൾ അനുഗ്രഹിക്കും. പിതാക്കന്മാരുടെ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് 3 തലമുറ വരെ ശാശ്വതമായ ഭുജം കൊണ്ട് അനുഗ്രഹിച്ച് സീൽ ചെയ്ത് ദൈവം വിട്ടിരിക്കുന്ന നമ്മളെ ഉറപ്പിച്ചു. യെശയ്യാ 59:21 വാക്യത്തിലാണ് നിന്നത്. ഇന്ന് 2ാം പാർട്ട് 2 എടുക്കുമ്പോൾ വീണ്ടും ദൈവം പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അനുഗ്രഹിക്കാൻ പഠിക്കണം. നമ്മൾ അനുഗ്രഹിക്കാൻ പഠിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ കൂടെ താമസിക്കുന്ന ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയുടെയും അതുപോലെ തന്നെ മക്കളുടെയൊക്കെ ഒരു നന്മകൾ ഒരു 5 പറയാമെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് 5 പെട്ടെന്ന് ഓർത്ത് പറയാൻ. എന്നാൽ അഴുക്ക് പറയാൻ, ദൂഷ്യം പറയാമെങ്കിൽ ടിക് സ്പീഡിൽ നമ്മളതിന് ഉത്തരം പറയും. നോട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്നെ ഒരു ദിവസം ഇതേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കർത്താവിനെ 1989 യഥാർത്ഥത്തിൽ യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. അത് ചുമ്മാ അതിന് മുമ്പ് പള്ളിയിൽ പോയിക്കുകയും ആളുകളുടെ മുമ്പിൽ കാണിക്കുന്നത് അത്രേ അറിയത്തുള്ളായിരുന്നു. നമ്മളെ അത്ര ആത്മാവിൽ ആകർഷിച്ചില്ല. പക്ഷേ ആ വർഷങ്ങളിലാണ് ദൈവം എന്നെ പഠിപ്പിച്ചായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം എല്ലാം കണ്ടുപിടിക്കും. എളുപ്പം എനിക്ക് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാം. എൻ്റെ കുറ്റം ഒരിക്കലും ഞാൻ എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ ഒരിടത്ത് പ്രാർത്ഥിക്കാൻ ചെന്നിരുന്നു. ഒരു ആത്മകൃപയുള്ള ഒരു സ്ത്രീയുടെ അടുക്കലാണ് പ്രാർത്ഥിക്കാനിരുന്നത്. പ്രാർത്ഥിക്കേണ്ടപ്പോൾ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ എൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു. ഇപ്പം കർത്താവിനോട് എനിക്കൊരു ഹോംവർക്ക് പോലെ കർത്താവ് എനിക്കൊരു ജോലി കർത്താവ് പറഞ്ഞു, നിനക്ക് നിൻ്റെ ഭർത്താവിൻ്റെ 5 നന്മകൾ പറയാമോ എന്ന് ചോദിച്ചു. 5 നന്മ പറയാൻ. അന്നേരം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് അധിക വർഷങ്ങളൊന്നും അത് 10-15 വർഷമായിട്ടുള്ളൂ. അപ്പം പിന്നെ ആദ്യത്തെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നോക്കുന്ന എല്ലാം കുറവ് കാണുന്നൊരു സമയമാണ്. അപ്പം നമുക്കെല്ലാം പ്രശ്നമാണ്. 5 നന്മ പറയാൻ ഞാൻ സമയമെടുക്കുകയാണ്. അപ്പം ഞാൻ മനസ്സ് വിചാരിച്ച് ഇപ്പം 5 നന്മ പറയണമെങ്കിൽ എനിക്ക് ചിന്തിക്കണം. അതിന് 5 നന്മ എനിക്കറിയാം. ചില നന്മകൾ എനിക്ക് പെട്ടെന്നറിയാം. പക്ഷേ 5 ഉണ്ടാക്കാൻ എനിക്ക് സമയമെടുത്തു. ഞാൻ അന്നേരം അത് കഴിഞ്ഞപ്പം കർത്താവിനോട് അടുത്ത ചോദ്യം 5 കുറവുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അന്നേരം കിട 1 2 3 4 എളുപ്പം പറയാൻ എനിക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് എന്നോട് കർത്താവ് തിരിച്ചൊരു ചോദ്യം പറഞ്ഞു, നന്മയ്ക്കും തിന്മയ്ക്കും ഒരുപോലെ സ്തോത്രം ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് ഭർത്താവിലുള്ള നല്ല സ്വഭാവത്തിനും അഴുക്ക് സ്വഭാവത്തിനും ഒരുപോലെ സ്തോത്രം ചെയ്യാൻ പറഞ്ഞു. ദാറ്റ് വാസ് എ ന്യൂ റെവലേഷൻ ടു മീ. അതായത് കർത്താവ് തന്നെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് ഒരാളുടെ നന്മ പറയണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് വരണം. തിന്മ പറയാൻ പരിശുദ്ധാത്മാവൊന്നും വേണ്ട, അത് എളുപ്പം പറഞ്ഞു പിടിപ്പിക്കും. എന്നാൽ ഇപ്പം ചോദിക്കാമെങ്കിൽ നന്മ പറയാൻ ഇപ്പോൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ചോദിക്കാമെങ്കിൽ നന്മ പറയാമെങ്കിൽ ഒരു 20 നന്മ പെട്ടെന്ന് എന്ന് പറയാൻ അറിയാം. തിന്മ ചോദിക്കാമെങ്കിൽ നമ്പർ കുറവാണ്. കാരണം എന്താ? പരിശുദ്ധാത്മാവിൻ്റെ ക്രിയ വന്നിട്ട് ആ ഒലയിലിട്ട് നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് വെട്ടിപ്പാക്കി ദൈവത്തിന് യോഗ്യമുള്ള പാത്രങ്ങളാക്കി നമ്മളെ മാറ്റിയപ്പോൾ അപ്പുറത്തും മാറ്റം വന്നു കഴിഞ്ഞു. അവരിലും മാറ്റം ദൈവം വരുത്തും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആഗ്രഹം കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉള്ളവർ ഒന്നിച്ച് കടന്നു വരുന്നതിൻ്റെ ഉദ്ദേശം അവർ ഈ വെള്ളത്തിനകത്ത് കൂർത്ത കല്ലുകൾ പോലുള്ളവർ വെള്ളത്തിൽ ഉരുണ്ട് പരിശുദ്ധാത്മാവാകുന്ന വെള്ളത്തിൽ ഉരുണ്ട് അതിൻ്റെ മൂർച്ചകൾ മുഴുവൻ പോയിട്ട് മനോഹരമായ പെബിളുകളായിട്ട് മോശയ്ക്ക് പുറത്ത് കൊണ്ടുവെക്കാൻ പറ്റിയ അല്ലെ കാണിക്കാൻ പറ്റിയ നല്ല കല്ലുകളായിട്ട് അല്ലെ ജീവക്കല്ലുകളാക്കി മാറ്റുകയാണ്. നമ്മളെ വീണ്ടും അനുഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും അനുഗ്രഹിക്കാമെന്ന് പറയുമ്പോൾ സങ്കീർത്തനം 104:14 യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുത്തുന്നു. യഹോവ നട്ടിട്ടുള്ള ലെബനോനിലെ ദേവദാരുക്കൾ തന്നെ. ദൈവം നട്ടിട്ടുള്ള ലെബനോന് ലെബനോനിലെ ദേവദാരുക്കൾ. ഈ ദേവദാരുക്കൾ ചുമ്മാതൊന്നും ഉണ്ടായതല്ല. എൻ്റെ ദൈവം നട്ടതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ദൈവം നട്ടതാണ് എൻ്റെ മക്കളെന്ന് എനിക്ക് ഉറപ്പുണ്ട്. യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. യഹോവയുടെ വൃക്ഷമാക്കേണ്ട ചുമതല എൻ്റേതാണ്. കൊച്ചു പിള്ളേർ 3 വയസ്സുള്ള പിള്ളേർ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ കാണാം. പെട്ടെന്ന് അവർ ഫോൺ കൊടുക്കൂല, നമ്മൾ അപ്പനമ്മയും കൊടുക്കത്തില്ല. അങ്ങനെ ഒരു കുട്ടിക്ക് അമ്മ അങ്ങോട്ട് കണ്ണ് തിരിഞ്ഞപ്പം അവൾ ആ ഫോണും എടുത്തുകൊണ്ട് റോഡിലോട്ടാണ് ഒറ്റ ഓട്ടം ഓടി. അന്ന് കാർ ഇടിച്ചു, അന്നേരം കുട്ടി മരിച്ചുപോയി.
കാരണം എന്താ, ഇത് കൊടുക്കാത്ത ഒരു സാധനം കിട്ടിയപ്പം അത് കിട്ടിയ സന്തോഷത്തിന് ഇത് ലെവലില്ലാതെ ഓടുകയാണ്. പോയി റോഡിലോട്ട് പോയി അത് മരിച്ചുപോയി, ഉടനെ മരിച്ചു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ റിസ്ട്രെയിൻ്റ് ഇടുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ അത് നമ്മൾ തിന്മയ്ക്കായിട്ട് ചിന്തിച്ചു പോയി എങ്കിൽ നമുക്കതുകൊണ്ട് വിന വരും. ദൈവം ഒരിക്കലും നമുക്ക് തിന്മ വരുത്തില്ല. നമ്മളാകുന്ന വൃക്ഷങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ട ചുമതല ദൈവത്തിൻ്റെ. പ്രൊവൈഡ് എപ്പോഴാണ്? യേശുവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആ ആറ്റരികത്ത് വെള്ളം ഒഴുകുന്ന നദിയുടെ ആ കരയ്ക്ക് വന്ന് വളരാൻ നമ്മൾ പഠിക്കണം. പലപ്പോഴും വെള്ളമില്ലാത്ത കിണർ കുഴിച്ചേച്ച് നമ്മൾ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സങ്കീർത്തനം 104:16 മുമ്പേ വായിച്ചത്. അതായത് യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു. തൃപ്തിയുള്ള എത്ര പേരുണ്ട്? അവൻ നട്ടിട്ടുള്ള ലെബനോനിലെ ദേവദാരുക്കൾ ദൈവം നട്ടതാണെന്ന് നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താക്കൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവം നട്ടതാണ്. അതിനകത്ത് അശുദ്ധമായതിനെല്ലാം ഒരൊറ്റ കുലുക്ക് കുലുക്കുമ്പോൾ ദൈവം, അപ്പച്ചനൊരു കുലുക്ക് കുലുക്കുമ്പോൾ ദൈവത്തിൻ്റെ അല്ലാത്തതെല്ലാം മറന്നു പോകുമെന്നേ ദൈവത്തിൻ്റെ പരിശുദ്ധർമ്മ അങ്ങനെ തന്നെ പറയുന്നു. 107:16 അവൻ താമര കതകുകളെ തകർത്ത് ഇരുമ്പോടാമ്പുകളെ മുറിച്ച് കളഞ്ഞിരിക്കുന്നു. നമുക്കെതിരായിട്ട് നിൽക്കുന്ന ശത്രു ഉണ്ടാക്കി വെച്ച ഭിത്തികളില്ലേ, അത് നമ്മൾ എഫേസ്യനകത്ത് പറയുന്നുണ്ട്. വിദ്വേഷത്തിൻ്റെ നടുച്ചുവർ, അത് സ്നേഹമുള്ളവരില്ലേ, ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവർക്കാണ് വികാരം വരുന്നത്. അല്ലാത്തടത്ത് കുഴപ്പമില്ല. പേപ്പട്ടി റോഡിൽ കിടന്ന് വേളം വെച്ചാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ വീട്ടിനകത്ത് നമ്മൾ സ്നേഹമുള്ളവർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ അത് വലിയ വേദനയാണ്. അവിടെയാണ് പിശാച് കളിക്കുന്നത്. അപ്പം ദൈവം പറയുകയാണ്, ദുഷ്ടനുണ്ടാക്കി വെച്ചിരിക്കുന്ന വിദ്വേഷത്തിൻ്റെ നടുച്ചുവരെ ഞാൻ എന്നെ ഇടിച്ചു കളഞ്ഞു. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണാറുള്ളൊരു സത്യം, കർത്താവ് ഇങ്ങനെ വിരലിങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വിദ്വേഷത്തിൻ്റെ നടിച്ചുവരനെ ഒറ്റ ഇടി ഇടിക്കുമ്പോൾ അത് ഈ ഇങ്ങനെ കിളിയിലാന്ന് ഗ്ലാസ് പൊട്ടിപ്പോകുന്ന പോലെ പോകും. പക്ഷേ ഞാൻ നോക്കുമ്പോൾ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ രക്തം വീഴുന്നത് കാണാം. കർത്താവ് തൻ്റെ മക്കൾക്ക് വേണ്ടി അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് രക്തം വീഴുന്നോന്നോ അപ്പച്ചൻ കൈ മുറിയുന്നോന്നോ ഒന്നും ചിന്തിക്കില്ല. ഹി വിൽ കം ആൻഡ് ഡിസ്ട്രോയ് ദ വോൾ. അങ്ങനെ സംഭവിക്കുന്ന ദിവസമാണിത്. സങ്കീർത്തനം 6:8 നീതിയോട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപോയി. യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിട്ട്. ഇന്ന് ദിവസം ദൈവം നമ്മുടെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ഉറപ്പുണ്ടോ? എൻ്റെ ദൈവം എൻ്റെ കരച്ചിൽ കേട്ടിരിക്കുന്നു പറയാൻ. നമ്മുടെ കണ്ണുനീരെല്ലാം അവൻ കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അതിനൊക്കെ വേദപുസ്തകത്തിൽ പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അധികം ചിന്തിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, അതായത് മരിക്കുന്നതിന് മുമ്പ് അല്പനേരം സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ അയാൾ പറയുമായിരുന്നു, അയാൾ സ്വർഗത്തിൽ ചെന്നപ്പോൾ ഒരു മുറി ദൈവം തമ്പുരാൻ തുറന്ന് കാണിച്ചു കൊടുത്തു. അതിൽ ഭൂമിയിലുള്ള മനുഷ്യരുടെ കണ്ണുനീരെല്ലാം കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ്. അയാൾ കണ്ടു കണ്ണുനീര്. അപ്പോൾ അയാൾ കർത്താവ് അയാളോട് ചോദിച്ചു, കാണണമോ ഇതിനകം ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു കാണണം, അകത്ത് കയറി കണ്ടോളാൻ പറഞ്ഞു. അയാൾ ചെന്ന് ഈ കണ്ണുനീരുകളുടെ കുപ്പികൾ ഓരോരുത്തരുടേത് ഇങ്ങനെ ആ മുറിക്കകത്ത് ഇങ്ങനെ ഒന്നുപോലും കളയാതെ അടുക്കി ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. അപ്പോൾ അയാൾ നോക്കി കുപ്പിക്കകത്ത് കണ്ണുനീര് വീണ കുപ്പിക്കകത്ത് ചിലതിനകത്ത് കാസിൽസ്, അതായത് കൊട്ടാരങ്ങൾ, ചിലതിൽ മനോഹരമായ പക്ഷികൾ, ചിലതിൽ മനോഹരമായ വസ്തുക്കൾ എല്ലാം ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കുക. അതൊരു എക്സിബിഷൻ പോലെ. അപ്പം നമ്മുടെ കണ്ണുനീര് എന്തിനു വേണ്ടിയാണ് നമ്മൾ കരഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരങ്ങൾ കൊടുത്തിട്ട് അത് മനോഹരമാക്കിയ ഒരു എക്സിബിഷനാണ് അവിടെ നടക്കുന്നത്, അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ കരയുന്നതെല്ലാം സ്വർഗത്തിലെ വൻകാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം ഉപയോഗിക്കുന്നത്. നമ്മുടെ കണ്ണുനീര് വൃത, ആ ഇമോഷണൽ കണ്ണുനീരല്ല ഞാനീ പറയുന്നത്, ആത്മാവിൻ്റെ കണ്ണുനീര്. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് നമ്മൾ കരയുന്നൊരു കരച്ചിലില്ലേ, ആ കണ്ണുനീര്. അവൻ താമ്രം, അത് അവൻ യഹോവ എൻ്റെ കരച്ചിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. അവൻ നമ്മുടെ ശബ്ദം കേട്ടെന്ന്, അവൻ എൻ്റെ കണ്ണുനീര് കണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരമ്മയുടെ മുമ്പിൽ അമ്മ കരയുന്നുവെങ്കിൽ ദൈവത്തിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതിരിക്കാനോ എന്നൊക്കെ ബലഹീനതയാണെങ്കിലും അപ്പച്ചൻ ഒരു കുടയിൽ കഴിയുമ്പോണ്ടല്ലോ അതിലുള്ള ജഡ എല്ലാം കരിഞ്ഞു പോയിട്ട് കർത്താവ് വിശുദ്ധമാക്കി പുതു സൃഷ്ടിയാക്കി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. ജെറമയ പ്രവാചകൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 7-9 യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? ഈ സങ്കീർത്തനം 1-നെക്കുറിച്ചൊക്കെ വായിക്കുമ്പോൾ, സങ്കീർത്തനം മുഴുവൻ വായിക്കുമ്പോഴും ഭാഗ്യവാനും നീതിമാനും എല്ലാം ഒന്നിച്ചു പോകും. ദുഷ്ടനും ദൈവത്തെ അറിയാത്തവരും വിഡ്ഢികളും എല്ലാം ഒന്നിച്ചു പോകും.
അതായത് ദൈവത്തെ അറിയുന്ന ഒരു ഭാഗ്യവാന്മാരാണ്. യഹോവയിൽ ആശ്രയിക്കുക, യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികത്ത് വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കത്തില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുടെ കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, വരൾച്ചയുടെ അവസ്ഥയുണ്ട് ജീവിതത്തിൽ, പക്ഷേ അത് വാട്ടം തട്ടാതെ സൂക്ഷിക്കുന്നത് നീയാണ്. ഞങ്ങളുടെ തലമുറയുടെ ദൈവമെന്നാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. നിൻ്റെ വിശ്വസ്തത എത്രയോ വലുതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ, നിൻ്റെ മുഖപ്രകാശം ഞങ്ങളുടെ മക്കളുടെ മേലെ, കുടുംബത്തിൻ്റെ അവസ്ഥയിലെ ഭർത്താക്കന്മാരുടെ മേലേക്ക് അവിടുന്ന് അയക്കുമ്പോൾ അവിടുന്ന് മാനിപ്പിക്കും. ദൈവം തമ്പുരാനായ ഇന്ന ദിവസം കർത്താവ് ജോസഫിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിളിച്ചു മാറ്റിയതുപോലെ കർത്താവ് ഇന്ന് വരെയും അവൻ അടിമയായിരുന്നു. ഇന്ന് വരെയും അവന് പ്രിസണിലെ ഒരു പ്രിസണറാണ്, അവന് ഒരു ജയിൽ പുള്ളിയാണ്. എന്നാൽ ദൈവം തമ്പുരാൻ ഫറവോൻ്റെ ഹൃദയത്തെ തൊട്ട് അവനെ വിളിപ്പിച്ചു കഴിഞ്ഞ് അവൻ്റെ വസ്ത്രം മാറ്റി, അവൻ്റെ മീശം, അവൻ്റെ താടി ഷൈവ് ചെയ്ത്, അവനെ വെള്ളവസ്ത്രം ഉടുപ്പിച്ച് രാജാവിൻ്റെ മുമ്പിൽ നിർത്തി കഴിഞ്ഞപ്പോൾ അവൻ ഇനി ഒരു തടവുകാരനല്ല. അവനെ പിടിച്ച് അവിടുന്ന് പ്രധാനമന്ത്രിയാക്കാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയതുപോലെ ഞങ്ങളുടെ മക്കൾക്ക് സുബോധത്തിൻ്റെ ആത്മാവിട്ട് ഭർത്താക്കന്മാർക്ക് ഞങ്ങൾക്കൊക്കെ എവിടെയാണ് വീണുപോയതെന്ന് വെച്ചാൽ അവിടുന്ന് പൊക്കിയെടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് നിൻ്റെ നീതിവസ്ത്രം ഉടുപ്പിച്ച് എൻ്റെ രാജകീയ ഭക്ഷണത്തിന് ബാങ്ക്വറ്റ് ഹാളിലേക്ക് തിരിച്ചു വരേണ്ട ഇരുത്തി നിന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു വാഞ്ച ഇട്ടുകൊടുത്തതിന് നന്ദിയോടെ സ്തോത്രം. ദാവീദ് ശൗലിൻ്റെ കൊട്ടാരത്തിൽ 3 ദിവസം ഇരിക്കേണ്ട കസേരയിൽ ഇരിക്കാഞ്ഞപ്പം ശൗലിന് ദേഷ്യമുണ്ടായി. എവിടെ പോയി ദാവീദ്? ഇരിക്കേണ്ടിടത്ത് ഇരിക്കാൻ ദൈവമേ നീ പഠിപ്പിച്ചില്ല എങ്കിൽ എങ്ങനെ നടക്കും കർത്താവേ? ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവം നിയോഗിച്ച സിംഹാസനത്തിൻ്റെ സൈഡിൽ വന്നിരിക്കാൻ, അവർക്കുള്ള കസേര ഇരുന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ദൈവനീതിക്ക് അനുകൂലമായിട്ട് ജീവിപ്പാനും തലമുറകളെടുത്ത് ഉപയോഗിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. അപ്പച്ചന് തെറ്റ് പറ്റത്തില്ല. അനുഗ്രഹിക്കുന്ന ദൈവം കടന്നു വന്നിരിക്കുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.